എല്ലാവർക്കും ജോണി സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഹാംസ്റ്റർ അക്കൗണ്ടിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബൈക്ക് റൈഡ് 3D ഇൻ ഹാംസ്റ്റർ ഫാം എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഈ ഗെയിം കളിച്ചാൽ കൂടുതൽ കീ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ദിവസവും 4 കീ വെച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇവിടെ കാണുന്ന ആ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോകും. ഇവിടെ നിന്ന് ആ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആ ഗെയിം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരും, അവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഒരു ട്യൂട്ടോറിയൽ എന്ന പോലെ നമുക്കൊരു റൈസിംഗിന്റെ ഒരു ഗെയിം വരും. അത് നമ്മൾ കറക്റ്റായിട്ട് കളിച്ച് ജയിക്കുക. ഇത് ജയിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗെയിം ഓപ്പൺ ആകും. ഹോം പേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ കാണിക്കുന്ന ആ സൈക്കിൾ നമ്മൾ പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്തിട്ട് 2 സൈക്കിളുമായിട്ട് മെർജ് ചെയ്യണം. മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ലെവൽ 2 സൈക്കിൾ കിട്ടും. സോ എന്നിട്ട് ഇവിടെ ക്ലോസ് കൊടുക്കുക. അതിനുശേഷം ഇവന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ പറയുന്നത് നമ്മൾ റിയൽ ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ കൂടെ റൈസ് ചെയ്യണം. റൈസ് ചെയ്ത് വിൻ ആവണം. അപ്പോൾ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള പ്രൈസ് കിട്ടും. അതായത് വാല്യുബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഗെയിമിനകത്തുള്ള കോയിൻസും അതുപോലെ ഈ ഹാംസ്റ്റർ കോമ്പാറ്റിനകത്തുള്ള കീയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കും വേണ്ടേ ആ പ്രൈസ്. സോ നമുക്കൊരു റൈസ് പോയാലോ. നമ്മൾ 4 റൈസ് വിന്നായാൽ മാത്രമേ നമുക്ക് ഒരു കീ കിട്ടത്തുള്ളൂ. അതായത് 4 റൈസ് വിന്നാകുമ്പോൾ ഒരു കോഡ് കിട്ടും. ആ കോഡ് പോയി നമ്മൾ ഹാംസ്റ്റർ അക്കൗണ്ടിൽ പേസ്റ്റ് ചെയ്ത് റെഡീം ചെയ്യണം. അപ്പോൾ ഒരു കീ കിട്ടും. അടുത്ത 4 ഗെയിം നമ്മൾ വിജയിക്കുമ്പോൾ അടുത്തൊരു കോഡ് കിട്ടും. ഈ രീതിയിലാണ് നമുക്ക് കീ ഒരു ദിവസം 4 എണ്ണം വെച്ച് കിട്ടുന്നത്. റൈസ് തീർന്നു, വിന്നായിട്ടുണ്ട്, കോയിൻസും കിട്ടി. ഇനി അടുത്തൊരു റൈസിന് പോവാം. എന്റെ ഈ വീഡിയോ അവസാനം വരെ കാണുക. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ റൈസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് കീ കിട്ടുന്ന കോഡ് എവിടെ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നിട്ട് ആ കോഡ് റെഡീം ചെയ്ത് എങ്ങനെ കീ ആയിട്ട് മാറ്റാം എന്നുള്ളതും ഈ വീഡിയോയിൽ ഉണ്ട്. വാവ്, സെക്കൻഡ് റൈസ് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. നമുക്കുള്ള കോയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ ഗെയിമും തീരുന്ന സമയത്ത് നമുക്ക് ആർട്സ് വരും. സോ ആർട്സ് നമ്മൾ കാണുന്ന സമയത്ത് കൂടുതൽ കോയിൻസ് കിട്ടും. പിന്നെ നോ താങ്ക്സ് കൊടുത്താലും ആർട്സ് വരും. അതുകൊണ്ട് ആർട്സ് കാണാമെന്നുള്ളവർ മാത്രം ഈ ഗെയിമിലേക്ക് ഇറങ്ങുക. നമുക്ക് 3ാമത്തെ റൈസിന് പോവാം. പിന്നെ നമ്മൾ ഈ റൈസ് ചെയ്ത് സൈക്കിളിൽ പാഞ്ഞു പോകുന്ന സമയത്ത് ഈ സൈഡിലുള്ള കല്ലുകളിലും അതേപോലെ മരങ്ങളിലൊന്നും ഇടിക്കരുത്. ഇടിച്ചാൽ നമ്മൾ ചത്തുപോകും. പിന്നെ നമ്മളെ കൂടെ റൈസ് ചെയ്യുന്ന അവരെയൊക്കെ നമുക്ക് ഇടിച്ചിടാൻ പറ്റും. അങ്ങനെ 3ാമത്തെ റൈസും വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ കോയിൻസ് നമുക്ക് കിട്ടി. നമ്മൾ 3 റൈസ് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ഇവന്റ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോഡ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. പക്ഷെ വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു റൈസ് കൂടെ നമുക്ക് പോകാം. അങ്ങനെ 4ാമത്തെ റൈസിന് നമ്മൾ പോകുകയാണ്. പാഞ്ഞു പോകുന്ന ചക്കരക്കൂടത്തിനെ കണ്ടോ അളിയ, എവിടെങ്കിലും ഇടിച്ച് മൂക്ക് കൊത്തി വീഴാതെ നോക്കണേ അളിയ. വാവ്, അങ്ങനെ 4ാമത്തെ റൈസും ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ആ കോഡ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. കോഡ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. നമുക്ക് അടുത്തൊരു റൈസ് കൂടെ ചെയ്തിട്ട് നമുക്ക് കോഡ് നോക്കാം. അങ്ങനെ നമ്മൾ 5ാമത്തെ റൈസിലേക്ക് കടക്കുകയാണ്. ഒരു കീ കിട്ടാൻ എന്തൊക്കെ പെടാപ്പാടാണ്. കണ്ടില്ലേ ഓരോരുത്തരെ ഇടിച്ചിട്ട് ഒരിടത്തും ഇടിക്കാതെ പാഞ്ഞു പോകുന്നത്. അങ്ങനെ 5ാമത്തെ റൈസും ഫിനിഷായി. ഇനിയെങ്കിലും നമുക്ക് ആ കോഡ് കിട്ടിയിട്ടുണ്ടാന്ന് നോക്കാം. ഇപ്പോഴും കോഡ് കിട്ടിയിട്ടില്ല. നമുക്ക് ഒരു റൈസ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ 6ാമത്തെ റൈസാണ് ഇത് ചെയ്യുന്നത്. ഇനിയെങ്കിലും കോഡ് കിട്ടുമോടെ നമുക്ക് നോക്കാം. പാഞ്ഞുപോയി മരത്തിലിടിച്ച് നാട്ടുകാരെ ഇടിച്ചു തെറിപ്പിച്ച് പാഞ്ഞു പോകുന്ന കുട്ടനെ കണ്ടോ, കൂവ കൂവ, ഹാ ജയിച്ചല്ലോ, ഫസ്റ്റ് കിട്ടിയല്ലോ. ഇനി അടുത്തെന്ത് കോഡ് കിട്ടിയാന്ന് നോക്കാം. പൊളിച്ച്. അങ്ങനെ 6ാമത്തെ ഗെയിം കഴിഞ്ഞപ്പോൾ കോഡ് കിട്ടി. ഒരു കീക്ക് വേണ്ടി എത്ര കളിയാ കളിച്ചത് ഇവിടെ. ടൈമുള്ളവർ മാത്രം ഈ ഗെയിമിന് ഇറങ്ങുക. ഈ കിട്ടിയ കോഡ് നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് അക്കൗണ്ടിൽ പോയതിനു ശേഷം ഏറ്റവും ഉയരെ കാണിക്കുന്ന കീയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പേജ് വരും. അവിടെ ആ കോഡ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് റെഡീം കൊടുക്കുക. അപ്പോൾ നമുക്കത് കോഡ് സക്സസ് ആവും. അതുപോലെ നമുക്ക് എക്സ്ട്രാ ഒരു കീ കിട്ടുകയും ചെയ്യും. ഈ രീതിയിൽ ഗെയിം കളിച്ച് കീ ഏൺ ചെയ്യുക. ഓരോ ദിവസവും 4 കീ വെച്ച് നമുക്ക് കിട്ടും. ഒരു കോഡിന് 1 കീ എന്ന കണക്കാണ്. അതുകൊണ്ട് ടൈമുള്ളവർ മാത്രം ഈ ഗെയിമിന് ഇറങ്ങുക. സോ ഒരു ദിവസം നമുക്ക് 4 കീ കിട്ടണമെങ്കിൽ നമ്മൾ കുറഞ്ഞത് 20 അതിൽ കൂടുതൽ ഗെയിം കളിക്കേണ്ടി വരും.